भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മനാ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഒരു പുതിയ ദിവസത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 86-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ ബഹുലാശ്വ മഹാരാജാവിൻ്റെ സ്തുതിയായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. കോസല രാജാവായ വിദേഹൻ എന്നറിയപ്പെടുന്ന ആ രാജാവ് ഭഗവാനെയും മഹർഷി ശ്രേഷ്ഠന്മാരെയും ഒക്കെ സ്വീകരിച്ച്, നാരദൻ, വാമദേവൻ, അത്രി തുടങ്ങിയവരെയൊക്കെ സ്വീകരിച്ച് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ തൻ്റെ കൈകൊണ്ട് മെല്ലെ തലോടി വളരെ സന്തോഷത്തോടു കൂടി, ശനകൈർമുദ എന്നാണ്, മെല്ലെ മെല്ലെ തലോടി വലിയ സന്തോഷത്തോടു കൂടി പാദവും സംസ്പൃശൻ, ആ ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചും കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭവാൻ ഹി സർവഭൂതാനാമാത്മാ സാക്ഷി സ്വദൃഗ്വിഭോ അധനസ്ത്വൽപദാംഭോജം സ്മരതാം ദർശനം ഗതാ. ഭഗവാനെ വിഭോ, ഭവാൻ സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃക്, സകല ചരാചരങ്ങളുടെയും ആത്മാവാണ്, സാക്ഷിയാണ്, സ്വദൃക് സ്വപ്രകാശനുമാണ്. അതുകൊണ്ട് ത്വത്പദാംഭോജം സ്മരതാം ന ദർശനം ഗത, അതുകൊണ്ടാണ് അവിടുത്തെ പാദാരവിന്ദങ്ങളെ സ്മരതാം ഓർക്കുന്ന ഞങ്ങൾക്ക് ദർശനത്തെ അങ്ങ് തന്നത്. അതിനായി അങ്ങ് വന്നിരിക്കുന്നു. സകലതിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യസ്വരൂപനാണ് അവിടുന്ന്. അപ്പോ അവരുടെ വ്യാപാരങ്ങളെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയാണ്. മറ്റാരുടെയും സഹായം കൂടാതെ സ്വരാട്ടായി സ്വയമേവ പ്രകാശിക്കുന്ന പരമാത്മാവാണ്. അതുകൊണ്ട് അവിടുന്ന് അവിടുത്തെ പാദാരവിന്ദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഇപ്പതാ പ്രത്യക്ഷപ്പെട്ടു. വലിയ സന്തോഷമായി ഭഗവാനെ. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് ദർശനം തന്നു.
സ്വവചസ്തദൃതം കർത്തൃമസ്മദൃഗ്ഗോചരോ ഭവാൻ യദാധ്യൈകാന്തഭക്താൻ മേ നാനന്ദ ശ്രീരജപ്രിയ. അനന്ത ആദിശേഷൻ, ശ്രീ ലക്ഷ്മി ഭഗവതി, അജ ബ്രഹ്മാവ്. അങ്ങനെ മേ എൻ്റെ ഏകാന്ത ഭക്താ ന പ്രിയ, എൻ്റെ ഏകാന്ത ഭക്തനേക്കാൾ എനിക്ക് പ്രിയനല്ല എന്ന് യത് ആദ്ധ എന്താണോ അങ്ങ് പറഞ്ഞത്, തത് സ്വവച ആ തന്റെ വാക്കിനെ ഋതം കർത്തും സത്യമാക്കാനായി അവിടുന്ന് അസ്മദൃഗ്ഗോചര ഞങ്ങളുടെ ദൃഷ്ടികൾക്ക് കാരണമായി. അവിടുത്തെ ബന്ധുവായ അവിടുത്തെ സ്വന്തമായ ആദിശേഷനും അവിടുത്തെ പത്നിയായ ശ്രീഭഗവതിയും അവിടുത്തെ പുത്രനായ ബ്രഹ്മാവും അവിടുത്തെ ഏകാന്ത ഭക്തനോളം വലുതല്ല എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ തന്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി മാത്രമാണ് അവിടുന്ന് ഇപ്പോ ദാ ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. വലിയ സന്തോഷം ഭഗവാനെ. കോനു ത്വച്ചരണാംഭോജമേവം വിസൃജേൽ പുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മദ. നിഷ്കിഞ്ചനാനാം ഒന്നും ആഗ്രഹിക്കാത്ത ആളുകൾ, ശാന്താനാം വിഷയവിരക്തന്മാരായ ശാന്തരായ ആ മുനികൾക്ക്, മുനീനാം യ ത്വം ഏതൊരാളാണോ ആത്മദഃ ആത്മദാനം ചെയ്യുന്നത്, ഏവം വിത്ത് ഇങ്ങനെ അറിയുന്ന ക പുമാൻ ഏതൊരു പുരുഷനാണ് ത്വച്ചരണാംഭോജം വിസൃജൽ ഉപേക്ഷിക്കുക. ഋഷീശ്വരന്മാർക്ക് ആത്മദാനം ചെയ്യുന്ന അവിടുന്ന്, ഒന്നും ആഗ്രഹിക്കാത്ത നിഷ്കാമ കർമ്മ യോഗത്തെ അല്ലെങ്കിൽ നിഷ്കാമമായി ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തചിത്തന്മാരായ ഋഷികൾക്ക് അവിടുത്തെ ആനന്ദസ്വരൂപമായ ആത്മാവിനെ അങ്ങ് ദാനം ചെയ്യണു. അത് അവിടുന്നാണ് എന്ന് അറിഞ്ഞിരിക്കുന്ന ആർക്കാണ് അങ്ങയുടെ പാദാരവിന്ദങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുക? ത്വച്ചരണാംഭോജം വിസർജയിൽ അവിടുത്തെ പാദാരവിന്ദങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കുക. ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല എന്നുകൂടി അതിൽ അർത്ഥം. യോവതീര്യയദോർവംശേ നൃണാം സംസരതാമിഹ യശോ വിതേന തച്ഛാന്ത്യൈ ത്രൈലോക്യവൃജിനാപഹം. യാതൊരുവനാണോ യദോ വംശേ യദുവിന്റെ വംശത്തിൽ അവതരിച്ചിട്ട് ഇഹ സംസരതാം ഇവിടെ സംസരിക്കുന്ന മനുഷ്യരുടെ തച്ഛാന്തി അവരുടെ ശാന്തിക്ക് ത്രൈലോക്യവൃജനാപഹം 3 ലോകങ്ങളുടെയും പാപങ്ങളെ നശിപ്പിക്കുന്ന കീർത്തിയെ വിതേനെ വിസ്തരിച്ചു. ഇവിടെ മുഴുവൻ ഈ ലോകം മുഴുവൻ അങ്ങയുടെ കീർത്തി പരത്തി. അവിടുന്ന് യദുവിന്റെ കുലത്തിൽ അവതരിച്ച് ഈ ലോകത്തിൽ ജനന മരണങ്ങൾ പലതരത്തിലുള്ള പ്രാരബ്ധങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ അവരുടെ ദുഃഖാർണവത്തിൽ നിന്നും ദുഃഖസാഗരത്തിൽ നിന്നും അവരെ രക്ഷിക്കാനായി അവരെ മോചിപ്പിച്ച് അവർക്ക് പരമാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഭഗവാനെ, ആ കരുണ കൊണ്ടല്ലേ അവർക്ക് കീർത്തനത്തിലൂടെയും ശ്രവണത്തിലൂടെയും ഭഗവത് സ്മരണയുണ്ടാവാനും അങ്ങനെയുള്ള അവിടുത്തെ ആ ലീല 3 ലോകങ്ങളുടെയും പാപങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്. അത് ലോകത്ത് മുഴുവൻ പരത്തിയത് അവിടുത്തെ കാരുണ്യല്ലേ ഭഗവാനെ. ഈ ലോകത്തുള്ള ആളുകൾക്ക് സുഖം വരണം എന്ന് വിചാരിച്ച് അവർക്ക് ആനന്ദം ഉണ്ടാവണം എന്ന് കരുതി അവിടുന്ന് പലതരത്തിലുള്ള ലീലകളാടി. ആ ലീലകളൊക്കെ തന്നെ ലോകത്തിന്റെ പാപങ്ങളെ പാപജാലങ്ങളെ നശിപ്പിക്കുന്നതാണല്ലോ ഭഗവാനെ. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ നാരായണായ ഋഷയേ സുശാന്തം തപ ഈയുഷേ. അകുണ്ഠമേധസേ അകുണ്ഠയായ ബുദ്ധിയോടുകൂടിയ കൃഷ്ണായ ഭഗവതേ ഭഗവാനാകുന്ന കൃഷ്ണനിൽ ആനന്ദസ്വരൂപനായ അങ്ങയിൽ തുഭ്യം നമ അങ്ങയ്ക്ക് ദാ നമസ്കാരം. സുശാന്തം തപ ഏറ്റവും ശാന്തമായ തപസ്സിനെ പ്രാപിച്ച ഈയുഷേ നാരായണായ ഋഷയെ നാരായണ ഋഷിക്ക് നമസ്കാരം എന്നാണ്.
ഇവിടെ ഞങ്ങൾക്ക് ഒന്നും അവിടത്തേക്ക് ചെയ്തു തരാൻ സാധിക്കില്ല. അവിടുന്ന് ഞങ്ങളോട് ചെയ്യുന്ന കാരുണ്യം ആലോചിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുള്ളൂ? അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണു. അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് എന്ത് തരാൻ സാധിക്കും? ഒന്നുമില്ല. നമസ്കരിക്കുക. ആനന്ദസ്വരൂപനായ അകുണ്ഠബുദ്ധിയായ ശാന്തമായ തപസ് ചെയ്യുന്ന നാരായണ ഋഷി കൂടിയായ അവിടുത്തേക്ക് നമസ്കാരം 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 എന്ന രീതിയിൽ ദിനാനി കതിചിത് ഭൂമൻ ഗൃഹാന്നോ നിവസദ്വിജൈഹി സമേത പാദരജസാ പുനീഹീതം നിമേ കുലം. ഭൂമൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അവിടുന്ന് ദ്വിജയ് സമേത ഈ ബ്രാഹ്മണരോടുകൂടി അങ്ങയുടെ കൂടെ വന്നിരിക്കുന്ന നാരദൻ, വാമദേവൻ തുടങ്ങിയ ഈ ഋഷീശ്വരന്മാരോടുകൂടി കതിചിത് ദിവസാൻ കതിചിത് ദിനാനി കുറച്ചു നാൾ ഞങ്ങളുടെ ഗൃഹങ്ങളിൽ നിവസ താമസിക്കണേ. നിമേ ഇതം കുലം നിമിയുടെ ഈ കുലം അതിനെ പാദരജസാ പുനീഹി അവിടുത്തെ പാദധൂളികളെ കൊണ്ട് ശുദ്ധീകരിക്കണേ. അവിടുന്ന് കുറച്ചു കാലം എൻ്റെ ഗൃഹത്തിൽ താമസിക്കാൻ കനിവുണ്ടാവണം. നിമിയുടെ വംശത്തെ അവിടുത്തെ ഈ വിശേഷമായ പാദധൂളി കൊണ്ട് ശുദ്ധമാക്കി അനുഗ്രഹിക്കണേ. ഇത്യുപാമന്ത്രിതോ രാജ്ഞ ഭഗവാൻ ലോകപാവന ഭഗവാൻ ലോകഭാവന ഉവാസ കുർവൻ കല്യാണം മിഥിലാനരയോഷിതാം. ലോകഭാവന ലോകത്തെ സന്തോഷിപ്പിക്കുന്ന ആ ഐശ്വര്യപൂർണനായിരിക്കുന്ന ഭഗവാൻ ഇതി രാജ്ഞാ ഉപാമന്ത്രിത രാജാവ് ഇങ്ങനെ ഉപമന്ത്രിച്ചപ്പോ ക്ഷണിച്ചപ്പോ മിഥിലാനരയോഷിത മിഥിലാരാജ്യത്തെ നരന്മാർക്കും സ്ത്രീകൾക്കും നാരികൾക്കും കല്യാണം കുറുവൻ ഉവാസ അവർക്കൊക്കെ മംഗളത്തെ നൽകാനായിട്ട് അവിടെ താമസിച്ചു. ഭഗവാൻ രാജാവിന്റെ പ്രാർത്ഥനയനുസരിച്ച് രാജാവിന്റെ പ്രാർത്ഥനയെ അർത്ഥനയെ അംഗീകരിച്ചുകൊണ്ട് അതിനെ സാർത്ഥകമാക്കിക്കൊണ്ട് സകല ആളുകൾക്കും ആനന്ദത്തെ നൽകുന്ന ഭഗവാൻ ആ മിഥിലയിലെ ആളുകൾക്കും സന്തോഷത്തെ പ്രദാനം ചെയ്തും കൊണ്ട് കുറച്ചു കാലം അവിടെ താമസിച്ചു. അങ്ങനെ ബഹുലാശ്വന്റെ കഥ പറഞ്ഞ് പിന്നെ ശ്രുതദേവന്റെ കഥ പറയാം. ശ്രുതദേവോച്യുതം പ്രാപ്തം സ്വഗൃഹാൻ ജനകോ യഥാ നത്വാ മുനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാസോ നനർത്തഃ. അവിടെ ആനന്ദം കൊണ്ട് നർത്തനം ചെയ്ത ശ്രുതദേവനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രുതദേവനും ശ്രുതദേവഃ അപി ജനകഃ യഥ ജനകനെ പോലെ ആ വിദേഹരാജാവായ ബഹുലാശ്വനെ പോലെ സ്വഗൃഹാൻ പ്രാപ്തം തന്റെ ഗൃഹത്തിലേക്ക് എത്തിയ അച്യുതം ആ ശ്രീകൃഷ്ണനെയും മുനീൻ ആ ഋഷീശ്വരന്മാരെയും നമസ്കരിച്ചിട്ട് സുസംഹൃഷ്ട വളരെ സന്തോഷിച്ച് വാസഹ ധുന്വൻ വസ്ത്രം മുകളിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. തന്റെ ആ തോളത്തിട്ടിരുന്ന ഉത്തരീയം അത് മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് ആനന്ദത്തോടുകൂടി നനർത്തഹ നർത്തനം ചെയ്തു. വിലജ്ജോ നൃത്യതിക്വചിൽ ഇതൊക്കെ ഭക്തന്റെ ലക്ഷണമാണ്. പ്രഹ്ലാദന്റെ കഥയിൽ നമ്മൾ കേട്ടു. അവിടെ ക്വചിത് രുതതി ക്വചിത് ഹസതി ചിലപ്പോഴോ വിലജ്ജോ നൃത്യതിക്വചിൽ ചില സമയത്ത് എല്ലാം മറന്ന് ആനന്ദ നർത്തനം ചെയ്യുക. ഇങ്ങനെ ആ ശ്രുതദേവൻ ഭഗവാനെ സ്വീകരിച്ചു. തൃണപീഠ ഭൃശീഷ്വേതാനീതേഷു പവേശ്യസ സ്വാഗതേനാഭിനന്ദ്യാഘ്രീൻ സഭാര്യോ വനിജേ മുദാ. ആനീതേഷു കൊണ്ടുവരപ്പെട്ട തൃണപീഠ ഭൃശിഷു പുല്ലുകൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടം പുൽപ്പായകൾ അതിൽ ഏതാൻ ഉപവേശ്യ അവരെയൊക്കെ ഇരുത്തിയിട്ട് സഭാര്യ ഭാര്യയോടുകൂടി മുദാ സ വളരെ സന്തോഷത്തോടുകൂടി ആ ബ്രാഹ്മണൻ ശ്രുതദേവൻ അംഘ്രീൻ അവനിജെ ഭഗവാന്റെ പാദങ്ങളെ കഴുകി. മഹർഷിമാരുടെയും പാദങ്ങൾ കഴുകി, ഭഗവാന്റെയും പാദങ്ങൾ കഴുകി. ദർഭ അതേപോലെ മുഞ്ച തുടങ്ങിയ പുല്ലുകൾ അതുകൊണ്ടുണ്ടാക്കുന്ന പുൽപ്പായകൾ അല്ലെങ്കിൽ അതിന് പറ്റിയ ഇരിപ്പിടങ്ങൾ
അവിടെ രത്നഖചിതമായ സുവർണ സിംഹാസനങ്ങളായിരുന്നുവെങ്കിൽ ഇവിടെ അതൊന്നുമില്ല. ഭഗവാൻ രണ്ടും ഒരുപോലെ കാണുന്ന ആളാണ്. ഏതായാലും ആ വാക്കുകൾ, നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ആദരിച്ച് ഭാര്യയോടുകൂടി മാധവന്റെയും മുനീശ്വരന്മാരുടെയും പാദങ്ങളെ വേണ്ടതുപോലെ കഴുകി. തദംഭസ മഹാഭാഗ ആത്മാനം സഗൃഹാന്വയം സ്നാപയാംശ്ചക്ര ഉദ്ധർഷോ ലബ്ധ സർവമനോരഥ. മഹാഭാഗ പറയാണ്, ഞാൻ ആ മഹാഭാഗ്യവാനായ ആ ബ്രാഹ്മണൻ തദംഭസ ആ ജലം കൊണ്ട് സഗൃഹാന്വയം ഗൃഹങ്ങളോടും വംശത്തോടും കൂടിയ തന്നെ ആത്മാനം സ്നാപയാംശ്ചക്രെ കുളിപ്പിച്ചു, അല്ലെങ്കിൽ ആ പാദതീർത്ഥം കൊണ്ട് സ്വയം അഭിഷേകം ചെയ്തു, എല്ലാവരെയും തളിച്ചു. ഉദ്ധർഷ വളരെ സന്തോഷം, ഉള്ളിൽ സന്തോഷ ഹർഷത്തോടു കൂടിയവനായി. ലബ്ധ സർവ മനോരഥ ലഭിച്ച സകല സൗഭാഗ്യങ്ങളോടും സകല ആഗ്രഹങ്ങളോടും മനോരഥങ്ങളൊക്കെ സാധിച്ചവനായി മാറി അദ്ദേഹം എന്നാണ്. ഈ മഹാഭാഗ്യം കിട്ടിയപ്പോ ഉള്ളിൽ സന്തോഷം അണപൊട്ടിയൊഴുകി, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് സന്തോഷം നുരഞ്ഞു പൊങ്ങാൻ തുടങ്ങി എന്നാണ്. അപ്പൊ ഇനി തനിക്കൊന്നും സിദ്ധിക്കാനില്ല. ഭഗവത് ദർശനം, ഭഗവാന്റെ പാദസ്പർശനം, ആ പാദതീർത്ഥത്തെ ശിരസിൽ ധാരണം. ഇതിൽ പരം വേറെ എന്താ? ഭഗവാനെ കാണാൻ സാധിക്കുക, ഭഗവാൻ സ്പർശിക്കാൻ സാധിക്കുക, ഭഗവാന്റെ പാദതീർത്ഥം സ്വീകരിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ സകല ആഗ്രഹങ്ങളും സകല മനോരഥങ്ങളും പൂർത്തിയായ ആ ബ്രാഹ്മണൻ സന്തോഷം കൊണ്ട്, എത്രയാണ് സന്തോഷം, വാക്കുകൾക്ക് അതീതമാണ്, വർണ്ണനാതീതമാണ് ആ ശ്രുതദേവന്റെ സന്തോഷം എന്ന് ഭാഗവതകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടോ ഫലാർഹണോ ശീരശിവാമൃതാംബുഭിർ മൃദാസുരഭ്യ തുളസീ കുശാംബുജൈ ആരാധയാമാസ യഥോപപന്നയാ സപര്യയാ സത്വവിവർദ്ധനാന്ധസാ. ഫലാർഹണോ ശീരശിവാമൃതാംബുഭി ഫലങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, അതേപോലെ രാമച്ചം, വളരെ വിശേഷമായിട്ടുള്ള സ്വാദുള്ള ജലം, ഇതുകൊണ്ടും സുരഭ്യാ മൃത സുരഭിയായ മൃത്തുകൊണ്ടും തുളസീ കുശാംബുജൈ തുളസീ ദർഭ താമര എന്നിവ കൊണ്ടും യഥോപപന്നയ കിട്ടിയതുകൊണ്ട്, ഇപ്പോ വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിയതായ ആ വസ്തുക്കൾ കൊണ്ട്, സപര്യ പൂജ കൊണ്ടും, സത്വവിവർദ്ധനാന്ധസ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കൊണ്ടും ആരാധയാമാസ ഭഗവാനെ ഗംഭീരമായിട്ട് പൂജിച്ചു. നെല്ലിക്ക, മാതളം, ഇതൊക്കെയാണ് ഫലം എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള പഴങ്ങള്, അതേപോലെ ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, പൂജാദ്രവ്യങ്ങൾ, രാമച്ചത്തിന്റെ വേര്, ഇങ്ങനെ ശീതളദ്രവ്യങ്ങളിട്ട് തണുപ്പിച്ച നല്ല സ്വാദുള്ള ജലം, നല്ല വാസനയുള്ള കസ്തൂരി തുടങ്ങിയവ, തുളസി, ദർഭ, താമര തുടങ്ങിയ ആ പൂജാദ്രവ്യങ്ങൾ, അതേപോലെ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ ആ ശ്രുതദേവൻ ഭഗവാനും അതേപോലെ തന്നെ മഹർഷിമാർക്കുമായി നൽകി എന്നാണ്. സതർക്കയാമാസ കുതോ മമാന്വഭൂൽ ഗൃഹാന്ധകൂപേ പതിതസ്യ സംഗമ യ സർവതീർത്ഥാസ്പദപാദരേണുഭി കൃഷ്ണേന ചാസ്യാത്മനികേതഭൂസുരൈ. ഗൃഹാന്ധകൂപേ പതിതസ്യ, ഗൃഹാന്ധം ആ ഗൃഹമാകുന്ന അന്ധമായ കൂപത്തിൽ പതിച്ചിരിക്കുന്ന, പതിതസ്യ മമ കൃഷ്ണേന എനിക്ക് ശ്രീകൃഷ്ണനോടും, സർവതീർത്ഥാസ്പദ പാദരേണുഭി സർവതീർത്ഥങ്ങളുടെയും ആസ്പദമായ പാദധൂളികളോടുകൂടിയ അസ്യ ഇവന്റെ ആത്മനികേത ഭൂസുരെ ഇങ്ങനെയുള്ള ആളുടെ മൂർത്തിസ്ഥാനങ്ങളായിരിക്കുന്ന ബ്രാഹ്മണരോടും യ സംഗമ ഇങ്ങനെ ഒരു ചേർച്ച കുത എന്തുകൊണ്ട് അനുഭവമായി എന്ന് സ തർക്കയാമാസ ഇവിടെ ചിന്തിച്ചു എന്നാണ്. ശ്രുതദേവൻ ആലോചിക്കുകയാണ്. നോക്കൂ, ഒട്ടും ആനന്ദത്തെ നൽകാത്ത പ്രഹ്ലാദൻ പറയുന്നത് പോലെ
ചൊറിച്ചില് പോലെയുള്ള ഗൃഹാന്ധകൂപത്തിലെ സുഖങ്ങൾ അത് എന്നും സുഖമാണ് എന്ന് തോന്നുകയും ദുഃഖത്തിലേക്ക് എത്തിക്കുന്നതുമാണ്. അങ്ങനെ പുത്രമിത്രാദി സംസാരബന്ധരൂപമായിരിക്കുന്ന പൊട്ടക്കിണറ്റിൽ വീണുകിടക്കുന്ന എനിക്ക് പരമാനന്ദാനുഭൂതിയുടെ പരമകാഷ്ഠയായിരിക്കുന്ന പരമസ്വരൂപനായിരിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന പത്മനാഭനിൽ ശ്രീകൃഷ്ണനിൽ അതോടൊപ്പം തന്നെ ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ എന്നും വെച്ച് ചിന്തിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധരായ ഋഷീശ്വരന്മാർ, അങ്ങനെയുള്ള ഈ 13 പേര്, പ്രത്യേകിച്ചും നാരദൻ, അതേപോലെ തന്നെ വാമദേവൻ, അത്രി, കൃഷ്ണദ്വൈപായനൻ, രാമൻ, അസിതൻ, ആരുണി, ശ്രീശുഖബ്രഹ്മർഷി, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ച്യവനൻ തുടങ്ങിയ ആ 12 പേരുടെയും ശ്രീകൃഷ്ണന്റെയും ദർശനം എനിക്ക് കിട്ടി. എത്ര ഭാഗ്യാണ്! ഞാൻ എവിടെ കിടക്കണോ, ഭഗവാന്റെ കാരുണ്യം എവിടെ കിടക്കണം. അപ്പോ ഉള്ളിൽ എത്ര പുണ്യം എനിക്ക് കിട്ടിയതിന് എന്താണ് കാരണം എന്ന് ആലോചിക്കണു ശ്രുതദേവൻ എന്ന ബ്രാഹ്മണോത്തമൻ, ഭക്തോത്തമൻ. സൂപവിഷ്ടാൻ കൃതാതിഥ്യാൻ ശ്രുതദേവ ഉപസ്ഥിത സഭാര്യ സ്വജനാപത്യ ഉവാചാംഘ്യഭിമർശന. കൃതാതിഥ്യാൻ, ആതിഥ്യമര്യാദകളൊക്കെ ചെയ്ത്, സൂപവിഷ്ടാൻ, ഏറ്റവും സുഖമായിട്ടിരിക്കുന്ന അവരെ ശ്രുതദേവൻ ഉപസ്ഥിത, ഉപസ്ഥാനം ചെയ്തിട്ട് തൻ്റെ ഭാര്യയോടും സഭാര്യ സ്വജനാപത്യ, തൻ്റെ ഭാര്യ, തൻ്റെ ബന്ധുക്കള്, സ്വജനങ്ങള്, സന്താനങ്ങൾ ഇവരോടുകൂടി അംഘ്യഭിമർശന, പാദത്തെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവിടെയും അതെ, രാജാവും അങ്ങനെ തന്നെയാണ്. ഭഗവാന്റെ കാൽ കീഴിലിരുന്നു കൊണ്ട് ആ പാദങ്ങളെ തൻ്റെ മടിയിലെടുത്തു വെച്ച് ആ പാദങ്ങളെ മെല്ലെ തലോടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും അതെ, ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനും തലോടിക്കൊണ്ട് ഭഗവാനോട് പറയുകയാണ്. ശ്രുതദേവന്റെ വാക്കുകൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു.
ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.